ഒളിച്ചത് മണ്ണിൽ കുഴികുത്തി. അതിവിദഗ്ധമായി ഒളിച്ച കുറുവ സംഘാംഗത്തെ പിടികൂടിയത് സാഹസികമായി. ഇന്ന് വിശദമായി ചോദ്യം ചെയ്യും. എറണാകുളത്തു നിന്നും പിടികൂടിയ കുറുവ സംഘത്തിൽപ്പെട്ടവരെന്ന് സംശയിക്കുന്നവരെ ഇന്ന് വിശദമായി ചോദ്യം ചെയ്യും. അന്വേഷണ ചുമതലയുള്ള ആലപ്പുഴ ഡിവൈഎസ്പി MR മധുബാബുവിന്റെ നേതൃത്വത്തിലാകും ഇന്ന് ചോദ്യം ചെയ്യൽ. തമിഴ്നാട് സ്വദേശികളായ മണികണ്ഠൻ, സന്തോഷ് സെൽവം തുടങ്ങിയവർ ഇന്നലെയാണ് പോലീസിന്റെ പിടിയിലായത്. ജില്ലയിൽ അടുത്തിടെ നടന്ന മോഷണങ്ങൾക്ക് പിന്നിൽ ഇവരാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇന്നലെ രാത്രി ഇവരിൽ നിന്ന് പോലീസ് പ്രാഥമിക വിവരങ്ങൾ തേടിയിരുന്നു. കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ പ്രതികളിൽ ഒരാളായ സന്തോഷ് സെൽവം പോലീസിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെ 4 മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിലാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. അതിവിദഗ്ധമായാണ് സന്തോഷ് സെൽവം തനിക്കുള്ള താമസ സ്ഥലം കണ്ടെത്തിയിരുന്നത്. കുണ്ടന്നൂർ പാലത്തിന് സമീപം കാടുപിടിച്ച പ്രദേശത്ത് ആളൊഴിഞ്ഞ ഷെഡിൽ നിലത്ത് കുഴികുത്തിയാണ് ഇയാൾ ഒളിച്ചിരുന്നത്. പോലീസിന് അത്ര വേഗം എത്തിപ്പെടാൻ കഴിയുന്ന സ്ഥലമായിരുന്നില്ല ഇത്. കാല് സൂക്ഷിച്ചു വെച്ചില്ലെങ്കിൽ താഴ്ന്നു പോകാം. അതിന് പുറമെ കുപ്പിച്ചില്ലുകൾ അടക്കമുള്ള മാലിന്യങ്ങളും. കുഴികുത്തിയിരുന്ന ശേഷം സന്തോഷ് സെൽവം ഒരു ഷീറ്റിട്ട് മൂടുക കൂടി ചെയ്തു. എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പോലീസ് ഇയാളെ വലയിലാക്കുകയായിരുന്നു. ഇന്നലെ വൈകിട്ടോടെയാണ് കുണ്ടന്നൂർ ഭാഗത്ത് നിന്ന് മണ്ണഞ്ചേരി പോലീസ് സന്തോഷ് സെൽവത്തെ കസ്റ്റഡിയിലെടുത്തത്. ആലപ്പുഴയിലേക്ക് ചോദ്യം ചെയ്യാൻ കൊണ്ടുപോകും വഴി ഇയാൾ കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോവുകയായിരുന്നു. പൂർണ്ണനഗ്നനായി കയ്യിൽ വിലങ്ങോടെയായിരുന്നു ഇയാൾ രക്ഷപ്പെട്ടത്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സംഘം ഇയാളെ രക്ഷപ്പെടാൻ സഹായിച്ചു. പോലീസിനെ ആക്രമിച്ച് കടന്നുകളഞ്ഞ സന്തോഷ് സെൽവം കുണ്ടന്നൂർ പാലത്തിന് സമീപത്തെ ചതുപ്പിൽ ഒളിക്കുകയായിരുന്നു. ഇയാളുടെ ഭാര്യയെയും അമ്മയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ആലപ്പുഴയിലും കുറുവ സംഘത്തിന്റെ സാന്നിധ്യം പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മണ്ണഞ്ചേരി, കായംകുളം, കരിയിലക്കുളങ്ങര, കോമളപുരം എന്നിവിടങ്ങളിലാണ് കുറുവ സംഘത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയതെന്നാണ് റിപ്പോർട്ട്.